ശരിക്കും ഞാൻ ആ മെഡിക്കൽ ഷോപ്പിന്റെ വാതിക്കൽ നിന്നിട്ട് ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. വയനാട്ടില് സർക്കാർ അല്ലാതെ ആരെങ്കിലും വീട് വെച്ചു കൊടുത്തത് നിനക്കറിയാവോ? ഇല്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ശബ്ദം നല്ല രീതിയിൽ അടഞ്ഞിരിപ്പുണ്ട്, ക്ഷമിക്കുക. ശബ്ദം നേരായതിനു ശേഷം വീഡിയോ ഇടാമെന്ന് കരുതി കഴിഞ്ഞാൽ ഈ ഇടയ്ക്കൊന്ന് ഈ ശബ്ദം ശരിയാകുമെന്നുള്ളൊരു ഉറപ്പൊന്നും എനിക്ക് ഇല്ലാത്തത് കൊണ്ട് അങ്ങ് നമ്മൾ വീഡിയോ ചെയ്യും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ ആണല്ലോ, അടുത്ത മാസം 9-ാം തീയതി ഇലക്ഷനാണ്. കേരളം ആര് ഭരിക്കും എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ കുറെ ബിഗ് ബോസ് താരങ്ങൾ പലയിടത്തും മത്സരിക്കുന്നുണ്ട്. ഞാൻ അന്നേ പറഞ്ഞു, ഈ ബിഗ് ബോസ് അല്ല യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ എന്ന് പറയുന്നത്. ബിഗ് ബോസിൽ വോട്ടിടും പോലെ ഈ ഹോട്ട്സ്റ്റാറിൽ പോയി അല്ല ഇലക്ഷൻ വോട്ടിടുന്നത്, അത് പോളിംഗ് ബൂത്തിൽ പോയി ആണത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറെ ബിഗ് ബോസ് താരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പാർട്ടിയിൽ മെയിനായിട്ട് 2020-ലും BJP-യിലാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് താരങ്ങളെ കുത്തിക്കയറ്റിയത്. പലരും അവിടെ എന്താണ്, ഒന്ന് കാലുറപ്പിക്കുന്നതിന് മുമ്പ് പടം തുടങ്ങുന്നതിന് മുമ്പ് പുറത്തായവരും അല്ലെങ്കിൽ ഇന്നിങ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഡക്കായി പോയവരൊക്കെ ഉണ്ട് അതിനകത്ത്. ഇവരുടെയൊക്കെ ഈ ഇലക്ഷൻ പ്രചരണം കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു ചാവും. സത്യം പറയാമല്ലോ, ചിരിച്ചു മണ്ണ് കപ്പും എന്നുള്ളതാണ്. ഓരോരുത്തരായിട്ട് കാണിക്കും. ആദ്യം തന്നെ നമ്മുടെ സ്വന്തം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ കുണ്ടറയിലാണ് മത്സരിക്കുന്നത്. പുള്ളിയുടെ ഒരു ഇലക്ഷൻ പ്രചരണം ഞാൻ കുറച്ചു മുമ്പേ കണ്ടായിരുന്നു. എന്തോ ഞാൻ കേട്ടു തരാം. നിൽക്കുന്നില്ല, മാരകായുധങ്ങളുമായിട്ടാണ് ഇലക്ഷൻ പ്രചരണത്തിന് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത്. ഇത് കാണുമ്പോൾ ഇത് നോർത്തിലെവിടെ, ഗുജറാത്തോ രാജസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലം പോലെ എനിക്ക് തോന്നുന്നു. വാള് എടുത്തുകൊണ്ടാണ് പ്രചരണം. സത്യം പറഞ്ഞാൽ ഇത് നോർത്തിലൊക്കെ ചിലപ്പോൾ നടക്കുമായിരിക്കും, അവർക്കൊക്കെ ഇത് ഇഷ്ടമായിരിക്കും. ഈ നമ്മുടെ കേരളീയർക്ക് ഇത് പുതുമയുള്ളൊരു സാധനം. അപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്താണ് ഇലക്ഷന് നിൽക്കുമ്പോൾ അവിടെ വാളം കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഇത് ചിലപ്പോൾ ഈ പറയുന്ന എന്താണ് അന്ധമായിട്ട് അല്ലെങ്കിൽ ഈ BJP-യിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കിത് ഭയങ്കര ഒരു പ്രചോദനമായിരിക്കും, അവർക്കൊരു രോമാഞ്ചമൊക്കെ ആയിരിക്കും. വാളം പിടിച്ച് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വരുന്നു എന്ന് പറയുമ്പോൾ. പക്ഷേ സാധാരണക്കാരുണ്ട് അവിടെ, അവർക്ക് പേടി. അതെന്താ ഇവൻ വന്നിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടി വാളം വെച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് തോന്നും. അപ്പൊ നമ്മൾ എവിടെയാണ് മത്സരിക്കുന്നത്, അവിടുത്തെ കൾച്ചർ എന്താണ്, അവിടുത്തെ ജനങ്ങളുടെ ചിന്ത എന്താണ്, അത് മനസ്സിൽ വെച്ചായിരിക്കണം നമ്മൾ പ്രചരണം നടത്താനുള്ളത്. ഇതിപ്പം ഈ ഇലക്ഷനിൽ ഇങ്ങനെയൊക്കെ മാരകായുധങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പ്രചരണം നടത്താൻ പറ്റുമോ എന്നുള്ളത് തന്നെ എനിക്ക് അറിയില്ല. ഇത് തന്നെ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ചിരിയാവുന്നത്. ഏതോ രാജാവ് നിൽക്കും പോലെ എനിക്ക് തോന്നിയത്. ഏതോ രാജാവ് കുറെ കിട്ടുന്നുണ്ട്. പിന്നെ ഡോക്ടർ രാമ പിന്നെ അലറാനൊന്നും നല്ല രീതിയിൽ മുദ്രാവാക്യം വിളിക്കാൻ പുള്ളിക്ക് നല്ല സൗണ്ട് ഉണ്ട്, പണ്ടേ ഉണ്ട്. അതൊക്കെ നല്ലത് തന്നെയാണ്. അതൊക്കെ ജനങ്ങളുടെ ആ ഒരു ഉശിരും ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നല്ലത്. പക്ഷെ ഈ വാളെടുത്ത് കിരീടം പൊട്ടി ഏതോ ഇപ്പം സത്യം പറഞ്ഞ ഒരു ഫാൻസി ഡ്രസ്സ് പോലെ എനിക്ക് തോന്നുന്നത്. ഒരു ഫാൻസി ഡ്രസ്സിൽ വന്ന് നിൽക്കും പോലെ വാളെടുത്ത് വാളും കൊണ്ട് പോകുമെന്ന് തരി. ഇനി ഓരോ വീട്ടില് എന്താണ് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് വളരെ മോശം. ഇതിനെയൊക്കെ ചിരിക്കാതെ എന്ത് പറയാൻ എന്നുള്ളതാണ്. ഇനി അടുത്ത നമ്മുടെ ഇന്നിങ്സ് തുടങ്ങുമ്പോൾ തന്നെ ഡക്കായ നമ്മുടെ ബിഗ് ബോസ് താരമുണ്ടല്ലോ, ആ താരത്തിനെ കാണിക്കാം. സാനിറ്ററി നാപ്കിൻ വാങ്ങിക്കാനായിട്ട് ഞാൻ കയറിയത് നീതി ജന ഔഷധിയിലാണ് കയറിയത്. അവിടെ നിന്ന് നമുക്ക് ആ സാനിറ്ററി നാപ്കിന് കാശ് കൊടുക്കുമ്പോൾ 10 രൂപയാണ് അവർ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ചത്. 10 രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് ഒരിക്കലും ഒരു പാക്കറ്റ് സാനിറ്ററി നാപ്കിൻസ് കിട്ടില്ല. അപ്പോൾ ശരിക്കും ഞാൻ ആ മെഡിക്കൽ ഷോപ്പിന്റെ വാതിക്കൽ നിന്നിട്ട് ഞാൻ പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ സാനിറ്ററി നാപ്കിൻ 10 രൂപയ്ക്ക് ഞാൻ കിട്ടി. അപ്പോൾ ഞാൻ ആ മെഡിക്കൽ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നിന്ന് പൊട്ടി 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 കരഞ്ഞു എന്നാ പറയുന്നത്. ഇത്രയും വിവരങ്ങൾ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് അങ്ങ് തള്ളി വിടുകയാണ്. നമ്മുടെ VD സതീശന്റെ അപ്പനാവരുത്. നമ്മുടെ ലോകം കേരള ചരിത്രത്തില്, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ നുണയനാണ് VD സതീശൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കല്ല് വെച്ച നുണ ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു മനുഷ്യനെന്തോ, ഒരു നുണ പറയുക, അടുത്ത പൊട്ടും, വീണ്ടും അടുത്ത നുണ. പ്രതിപക്ഷ നേതാവാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്മിപ്രിയ പറയുന്നത് സാനിറ്ററി നാപ്കിൻ ഒരിടത്ത് എവിടെ വാങ്ങാൻ പോയപ്പോ അവിടെ 10 രൂപയ്ക്ക് കിട്ടി. ആ സാനിറ്ററി നാപ്കിൻ കണ്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ,
ആ ആ പറയുന്ന മെഡിക്കൽ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നിന്ന് പൊട്ടി 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 കരഞ്ഞത് ഇത് നരേന്ദ്രമോദി കാരണമാണ് എനിക്ക് 10 രൂപയ്ക്ക് കിട്ടി എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ 99.9% അല്ലെങ്കിൽ 100% ആൾക്കാർക്കും മനസ്സിലാവും ഈ പറയുന്നത് നുണയാണ്, കല്ല് വെച്ച നുണയാണ്, പച്ചക്കള്ളമാണ്. അതായത് ഈ പറയുന്ന ഒരു പാർട്ടിയിലേക്ക് പോകുന്നു, ഒരു പാർട്ടിയിലേക്ക് മത്സരിക്കാൻ പോകുന്നതിന് മുമ്പേ പച്ചക്കള്ളങ്ങൾ പടച്ചു വിടുകയാണ്. ഇതിൽ തന്നെ ആൾക്കാർ വിലയിരുത്തും, മനസ്സിലായോ? ഇത് ജയിച്ചു കഴിഞ്ഞാൽ ഇതിനപ്പുറമായിരിക്കും എന്നുള്ളത്. അല്ലെ ചോദിക്കട്ടെ, ഒരു സാനിറ്ററി നാപ്കിൻ വാങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വാങ്ങിച്ച് 10 രൂപ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നു? കിടന്ന് ഉരുടുമായിരുന്നു അല്ലേ? അപ്പൊ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് കളിക്കുമായിരുന്നു. മെൻസറിംഗ് കപ്പ് എന്തൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞേക്കാം. അപ്പൊ എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ ഇതുപോലുള്ള തള്ളുകൾ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളെ ഇപ്പോഴേ പറ്റിക്കുകയാണ്. ബാക്കി ഇത്രയധികം, അതായത് കേരളത്തിലെ ഒരു അന്തരീക്ഷം വെച്ചിട്ട് ഇവിടുത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഹൈജീൻ്റെ കാര്യത്തിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഈ ഇത്തരം കാര്യങ്ങളിൽ കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ സാനിറ്ററി നാപ്കിൻസ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര വിലയാണെങ്കിലും നമ്മൾ വാങ്ങിക്കും. പക്ഷെ എത്ര വിലയാണെങ്കിലും വാങ്ങിക്കും. പക്ഷെ 10 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പൊട്ടി കരയാതെ എവിടെ ആയിരുന്നാലും ശരി, ഏത് കഷ്ടം. കുറച്ചും കൂടി കുറെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, കുറെ വാഗ്ദാനങ്ങളും റോഡ് വികസനം മറ്റത് മറിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, വോട്ട് ഇട്ടിട്ടില്ല, വോട്ടർ ലിസ്റ്റിൽ പേരില്ല എന്നുള്ളതാണ്. അത് വീണ നായർ ആയിക്കോട്ടെ, നമ്മുടെ ലക്ഷ്യപ്രിയ ആയിക്കോട്ടെ, എന്തോന്നല്ലേ 2020 നിങ്ങൾ എന്ത് തേങ്ങയാണ് ചെയ്യുന്നത്? വോട്ടേഴ്സ് ലിസ്റ്റിലും കൂടി പേരില്ലാത്ത വോട്ട് വല്ല അവരെ ജീവിതകാലത്ത് ഇട്ടിട്ടുണ്ടോ എന്തോ അവരെയൊക്കെ പിടിച്ച് സ്ഥാനാർത്ഥികളാക്കി. അടുത്ത ഏറ്റവും വലിയ അടുത്ത ഒരു മഹാൻ വരുന്നുണ്ട്, അഖിൽ മാരാർ. ഞാനാണ് ഏറ്റവും വലിയവൻ, ബാക്കി എല്ലാവരും മണ്ടന്മാരാണെന്ന് സ്വയം വിചാരിക്കുന്ന ഒരു മരമണ്ടനാണ് ഈ പറയുന്ന അഖിൽ മാരാറെന്ന് ഞാൻ പറയൂ. എന്തൊക്കെ വലിച്ചു വാരിയിട്ട് ആധികാരികമായിട്ട് മണ്ടത്തരം വിളിച്ചു പറയുന്നുണ്ട്. പലതിലും ഭയങ്കര ആധികാരികമായിട്ട് മണ്ടത്തരം വിളിച്ചു പറയുന്നത്. അതുപോലെ പുള്ളിയുടെ ഒരു കേസ് പറയാം. അടുത്ത ബിഗ് ബോസ് താരം ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത വ്യക്തിയാണ് അഖിൽ മാരാർ. അത് ഏത് നിലപാടാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചെയ്യാൻ പോകുന്നു. ഇതിന്റെ അകത്ത് ഒരു കമന്റ് വന്നിരുന്നായിരുന്നു. കമന്റ് അല്ല, എനിക്ക് അല്ല, അതിനകത്ത് വയനാട്ടിൽ ഓഫർ ചെയ്ത വീട് എവിടെ? വയനാട്ടിൽ സർക്കാർ അല്ലാതെ ആരെങ്കിലും വീട് വെച്ചു കൊടുത്തത് നിനക്കറിയാവോ? ഇല്ല. പിണറായി വിജയൻ അല്ലാതെ കേരളത്തിൽ വയനാട്ടിൽ വീട് വെച്ചു കൊടുത്ത എത്ര പേരെ അറിയാം നിനക്ക്? ഓഫർ ചെയ്ത ആൾക്കാരുടെ എണ്ണം ഞാൻ പറയട്ടെ. OB ചെമ്മണ്ണൂർ 100 വീട് ഓഫർ ചെയ്തു, വെച്ചു കൊടുത്ത കണ്ടോ? യൂസഫ് അലി 100 വീട് ഓഫർ ചെയ്തു, വെച്ചു കൊടുത്തത് കണ്ടോ? ഇന്ത്യൻ മലയാളി അസോസിയേഷൻ 50ഓളം വീടുകൾ ഓഫർ ചെയ്തു, വെച്ചു കൊടുത്തത് കണ്ടോ? ക്രൗൺ പ്ലാസയുടെ ഓണർ നമ്മുടെ KG എബ്രഹാം സാർ 50 വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, വെച്ചു കൊടുത്തത് കണ്ടോ? പിന്നെന്തിനാ എന്നോട് വന്ന് ചോദിക്കുന്നത്? ആലോചിച്ച് നോക്കണം. ഇയാള് ഈ പറയുന്ന അഖിൽ മാരാർ എന്താണ് 2020 സ്ഥാനാർത്ഥിയാണ് ആണല്ലോ, 2020 സ്ഥാനാർത്ഥിയാണ്. പുള്ളി എടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ അന്നൊരു വാഗ്ദാനം ചെയ്തല്ലോ, അതായത് വയനാട് ദുരന്തമായപ്പോൾ വലിയ വായില് മറ്റേ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിങ്ങൾ ക്യാഷ് കൊടുക്കരുത്, അവനെടുത്ത് മറിക്കും മറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ പറയുകയും ഞാൻ അവിടെ 3 അല്ല 1 വീടെന്നാ എനിക്ക് തോന്നുന്നു വീട് വെച്ച് കൊടുക്കും, ഞാൻ എൻ്റെ സ്വന്തം പൈസയ്ക്ക് വെച്ച് കൊടുക്കും എന്നൊക്കെ ഭയങ്കര വീരവാദം അടിക്കുകയും പോസ്റ്റ് വരെ ഇട്ടത് ഒരു പുള്ളിയാണ്. ഇപ്പോ ഈ പുള്ളി മാത്രമല്ല, ഈ VD സതീശൻ 100 അങ്ങനെ കുറെ എണ്ണം പല വാഗ്ദാനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആകെ കൂടി ഇപ്പം താക്കോൽ കൈമാറ്റം ചെയ്തത് സർക്കാർ മാത്രമാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? അവർക്ക് എല്ലാവർക്കും വീട് വെച്ച് കൊടുത്തു എന്നുള്ളതാണ്. ഇവന്റെ ചോദിക്കുമ്പോ ഈ അഖിൽ മാരാർ പറയണ കേട്ടോ, എന്ത് ന്യായം നോക്കണം. അതായത് വാഗ്ദാനം കൊടുത്ത മറ്റാരെങ്കിലും ലവൻ പറഞ്ഞ ലവൻ വാങ്ങിച്ചു കൊടുത്ത ഇല്ല, ലവൻ പറഞ്ഞല്ലേ ഇത്ര വീട് വെച്ച് അവൻ കൊടുത്ത ഇല്ല, പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് മാത്രം ചോദിക്കണം, ഞാനും കൊടുത്തില്ല. എന്തോന്നേ ഇത് ഈ മനസ്സിലാവില്ല. ഇതിന് വേറെ ഉത്തരവില്ല എന്നുള്ളതാണ്. അതായത് ഞാനൊരു വീട് വെച്ച് കൊടുക്കാമെന്നൊരു വാഗ്ദാനം ചെയ്തു, മറ്റാരും കൊടുത്തില്ല, ഞാൻ മാത്രം എന്തുകൊണ്ട് ഒരുപാട് പേര് വാഗ്ദാനം. അപ്പൊ ഞാൻ ഇതുപോലെ വാഗ്ദാനങ്ങൾ കൊടുക്കും, മറ്റുള്ളവരെ കൊടുത്താൽ മാത്രമേ ഞാൻ കൊടുക്കൂ എന്നുള്ളൊരു തരത്തിലേക്കാണ്. ഇത് ഇലക്ഷന് മുമ്പേ ഉള്ളൊരു സാധനമാണ്. എന്നിട്ട് പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ട് എന്തോന്ന് ആർക്ക് കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആരൊക്കെയാണ് അത് അവകാശപ്പെട്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ ലിസ്റ്റ് എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാലല്ലേ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ, അതായത് എന്നൊക്കെയാണ് ഈ പുള്ളി പറയുന്നത്. അതായത് ഇത്ര പാവപ്പെട്ടവർ അവരുണ്ട്, ഇത്രയും പേർക്ക് വീട് വെച്ച് കൊടുക്കണം, ഒന്ന് വെച്ച് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ അഖിൽ മാരാറെ കണ്ട് ലിസ്റ്റ് കൊടുത്ത് ഒന്ന് താങ്കൾ അന്ന് പറഞ്ഞത് വെച്ച് കൊടുക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കൈ നോക്കാമായിരുന്നു എന്നാ പുള്ളി അതിനകത്ത് പറയുന്നത്. ഇതിന്റെ ബാക്കിയുണ്ട്. അപ്പൊ ഇത്രയ്ക്കുള്ള വിവരങ്ങളേ ഉള്ളൂ. ഇതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഇതെല്ലാം തള്ളുകൾ മാത്രമേ ഉള്ളൂ. ഇലക്ഷന് മുമ്പേ ഈ തള്ളാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുമാത്രം തള്ളുകളായിരിക്കും.
ആലോചിച്ചു, ഞാനൊരു വാഗ്ദാനം, ഒരു വീട് പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ അവിടെ ഒരു ദുരിതബാധിതർക്ക് ഒരു കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് വലിയ വായിൽ പോസ്റ്റ് ഇട്ട് അന്ന് ഈ ചാനലുകളോട് ഓടം കയറി ഇറങ്ങി സർക്കാർ കുറ്റം പറയും, തേങ്ങ വാങ്ങി എന്നൊക്കെ പറയുകയും കൊടുക്കാം. അവരുടെ അന്ന് കോൺഗ്രസിലായിരുന്നല്ലോ, കോൺഗ്രസ്സുകാരന്മാർ എത്ര കോടി പിരിച്ചെന്നും കൂടി ഇതുവരെ പറഞ്ഞിട്ടില്ല, ആപ്പ് കൂടി കാണാനില്ല. അവർ കട്ടുകൊണ്ട് പോയി. അതായത് ദുരിതാശ്വാസ ഫണ്ടിൽ ആരും പൈസ കൊടുക്കില്ലെന്ന് പറഞ്ഞ മഹാനായ ഒരുത്തനാണ്. ഞാൻ സ്വന്തമായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ വീട് വെച്ച് കൊടുക്കും എന്ന് പറഞ്ഞിട്ട് വീടെന്നല്ല ഒരു തേങ്ങയും വെച്ച് കൊടുക്കൂല. ഇപ്പൊ ചോദിച്ചപ്പോ പറയണു വേറെ ആരെങ്കിലും എത്ര പേര് വാഗ്ദാനം ചെയ്തു, എന്നെ മാത്രം എന്ത് പിടിക്കുന്നത്? അവരും വാഗ്ദാനം ചെയ്തപ്പോ ഞാനും വാഗ്ദാനം ചെയ്തു, വെച്ചു കൊടുത്തു, അവരും വെച്ചു കൊടുത്താൽ ഞാനും വെച്ചു കൊടുത്തു. ഇവനെയൊക്കെ പിടിച്ച് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒരു മന്ത്രിയോ ഒരു പൊതുപ്രവർത്തകനായിട്ട് നിയമിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന വാഗ്ദാനങ്ങളേ ഉള്ളൂ. ഇപ്പൊ എന്താ വി.ഡി. സതീശൻ ലോകമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞിട്ട് ഓരോ ഫാമിലിക്കും ഏതാണ്ട് 25 ലക്ഷം രൂപയുടെ എന്താണ് ഇൻഷുറൻസ് കൊടുക്കുന്ന പറയുന്നത്. ഇവിടെ കണക്കുകളൊക്കെ പുറത്തു വന്നു. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കേരളത്തിലുള്ളവർക്ക് കൊടുക്കുന്ന എത്ര പ്രീമിയം ആകും എന്നുള്ളത് മനസ്സിലായോ? ഏതാണ്ട് 10,000 കോടി രൂപ എന്തിനാണ് ആരോഗ്യത്തിൽ നമ്മളിവിടെ ബഡ്ജറ്റ് ഉള്ളത്. ഇത് തന്നെ 14,000 കോടിക്ക് പുറത്താവും. എന്ത് കണ്ട് ഈ നുണകൾ കൊണ്ട് അവരൊക്കെ പോട്ട് വാഗ്ദാനങ്ങൾ പണ്ടേ അങ്ങനെയുണ്ട്. പണ്ടും കുറെ വാഗ്ദാനങ്ങൾ ഉണ്ടായത് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, ഒന്നും നിറവേറ്റിയിട്ടില്ല. അതവിടെ കിടക്കട്ടെ. ഇവനൊക്കെ നോക്കൂടെ? അല്ലെങ്കിൽ ഒരു മാന്യതയില്ലേ? അത് വെക്കാൻ വേണ്ടി ഞാനിങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന ആൾക്ക് ആർക്കാണ് അർഹതപ്പെട്ട് ഞാൻ നോക്കട്ടെ എന്ന് ഞാൻ കൊടുക്കും, ഞാൻ പറഞ്ഞത് ഞാൻ ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും എന്ന് പറഞ്ഞൊരു ഇത് പറയുന്നത് അങ്ങനെയല്ല. ഞാൻ മാത്രമേ ഉള്ളൂ, അവൻ വാഗ്ദാനം ചെയ്തല്ലോ 100 വീട്, അവൻ കൊടുത്തില്ലല്ലോ. അവൻ വാഗ്ദാനം ചെയ്തല്ലോ 100 വീട്, കൊടുത്തില്ലല്ലോ. 10 വീട് വാഗ്ദാനം ചെയ്തല്ലോ, കൊടുത്തില്ലല്ലോ. യൂത്ത് കോൺഗ്രസ് 30 വീട് വാഗ്ദാനം ചെയ്തല്ലോ, കൊടുത്തില്ലല്ലോ. ഞാൻ എന്തിനു കൊടുക്കുന്നത്? നിങ്ങളെല്ലാം കൂടി എന്റെ പ്രത്യേകം ഇത്രയേ ഉള്ളൂ. ഇത് തന്നെയാണ് ഇലക്ഷന് മുമ്പ്. ഇതാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞവരെയൊക്കെ ജയിപ്പിച്ച് വിട്ടാലുള്ള ഗതി കേട്ടാലേ നമ്മുടെ കമന്റ് രേഖപ്പെടുത്തി നമുക്ക് കാണാം. ജയിക്കും.